ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ല എല്ലാവർക്കും? നമുക്കിവിടെ അൽഹംദുലില്ലാ റാഹത്താണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചേലം ബിരിയാണി വെക്കാനുള്ള പരിപാടിയാണ്. പെരുന്നാളും അല്ലേ, നമുക്ക് സുഖമല്ല കേട്ടോ. പെരുന്നാൾ മിഞ്ഞാന്ന് കഴിഞ്ഞെങ്കിലും നമ്മൾ ഇന്നാണ് വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം നമുക്ക് സുഖമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് നേരം വെളുത്തിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ അതായിക്ക് വേണ്ട ഏലക്കായും ഗ്രാമ്പും പട്ടയും 6 പച്ചമുളകും അത് ഇട്ടുക്കണം കേട്ടോ. നമ്മൾ 2 കിലോ ഇവിടെ വെക്കണുണ്ടേ. അപ്പോൾ അതിന് തന്നെ കുറച്ച് എല്ലാ സാധനങ്ങളും കുറച്ച് അതിനനുസരിച്ച് പാകത്തിനുള്ളത് ഇടുന്നുണ്ട്. വെപ്പേരെ നമ്മളെ പുതിയാപ്പിള കാക്ക തന്നെയാണ് കേട്ടോ, വേറെ ആരുമല്ല. അപ്പോൾ അതായിക്കുള്ള ഉള്ളിയാണ് ഇട്ട് കൊടുത്തിക്കണം. ഈ 2 ഉപ്പും ഇട്ട് ഉള്ളി കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് എടുക്കാറുണ്ടേ. ഉള്ളി വല്ലാതെ കൂടുതലായാലും ശരിയാവില്ലേ. ഇനി അതിക്ക് 2 ഉപ്പ് കണ്ടിട്ട് അപ്പോൾ നല്ലോണം വേണം വേണമെങ്കിൽ കിട്ടും. അപ്പോൾ എന്തൊക്കെയുണ്ട് എൻ്റെ കൂട്ടുകാരെ വർത്തമാനങ്ങൾ? വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തുങ്ങാണ്ടേ, ലൈക്ക് ചെയ്തുങ്ങാണ്ട് സബ്സ്ക്രൈബ് ചെയ്തുങ്ങാണ്ട് കാണണം കേട്ടോ മക്കളെ. നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് ഇവിടെ എത്തിക്കണം. ഇനി കുറച്ചും കൂടിയാണ് കയറിപ്പോയാൽ നമുക്കൊരു വൈക്കെത്താം. അപ്പോൾ നിങ്ങൾ കണ്ടറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ കമൻറ്റിൽ അറിയിക്കൊണ്ടി. നമുക്ക് പെരുന്നാളായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കൂടിയിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങാൻ കൂടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സുഖമില്ലാത്തതുകൊണ്ട് തന്നെ കേട്ടോ, വേറൊന്നുമല്ല. തലവേദന അങ്ങോട്ട് ഇഞ്ഞ വിട്ട് പോയിട്ടില്ല. എന്നപ്പോൾ കാര്യമായിട്ട് അങ്ങനെ ഇതൊന്നുമില്ല. എന്താണെന്നറിയില്ല, BP ആണ് കുറഞ്ഞു പോകണില്ല. ഏതായാലും അൽഹംദുലില്ലാ റാഹത്തായി പെരുന്നാൾ അങ്ങനെ കഴിഞ്ഞു. നമ്മൾ മിഞ്ഞാന്നത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഇത്. ഇന്നലെ നമുക്കൊന്നിനും പറ്റിയില്ല. വോയിസ് കൊടുക്കുകയാണെങ്കിൽ അതിന് സൗണ്ട് ക്ലിയർ ആവണം. പിന്നെ അതിനതേമാതിരി നോക്കിയിരുന്നുങ്ങാണ്ട് അതിൻ്റെ വോയിസ് കൊടുക്കാനും കഴിയണം. അപ്പോൾ അതിനൊന്നും പറ്റാത്തതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ഈ വീഡിയോ കൊണ്ടുവരാഞ്ഞ കേട്ടോ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ്ടേ. അപ്പോൾ അങ്ങനെ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നേരം വെളുത്തിട്ട്. ഇതാ അതിക്ക് പുതിനയും മല്ലിച്ചപ്പും ഇടുകയാണ്. തക്കാളി ഇട്ട് വാടിക്കണം കേട്ടോ. ആ പെരുന്നാളിന് ഇപ്പോൾ എല്ലാവർക്കും മഴക്കാലം ആയതുകൊണ്ടും മഴ പെരുന്നാളിൻ്റെ അന്നില്ലാത്തതുകൊണ്ട് അൽഹംദുലില്ലാ റാഹത്തായില്ലേ. പോണോൽക്ക് പോകാനും വരാനും മെയിനായിട്ട് പള്ളിക്ക് പോകണ വിഷയമാണ്. പള്ളിക്ക് പോണോൽക്ക് പോകാനും വരാനുമാണ് വലിയ റാഹത്തായത്. അപ്പോൾ അതാ നമ്മൾ തൈര് കൊണ്ട് ഒഴിച്ചാണ്. തൈര് ഒഴിച്ചു. നാരങ്ങ കേട്ടോ, നാരങ്ങ പിഴിഞ്ഞ് വെച്ചതേനു. അപ്പോൾ പുതിയ ആപ്പിളക്കാക്കയാണ് ഇപ്പോൾ ഇത് ബിരിയാണി വെക്കണ ആൾ. അന്തരം കാക്ക അവിടെ നിൽക്കല്ല കേട്ടോ, ഓരോന്നും ചെയ്തും കൊണ്ട് നിൽക്കുന്നതാണ് മക്കളെ. താത്താക്കും ഒന്നും ചെയ്യാൻ വയ്യ. ഒരു പെരുന്നാളായിട്ട് ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് 3 കിലോ ചിക്കനാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തുങ്ങാണ്ടേ ഇനി അതാണ്ട് ഇളക്കി കൊടുത്തുങ്ങാണ്ട് ശരിയാക്കണം. താത്താൻ്റെ ഇക്കുറത്തെ പെരുന്നാൾ താത്താക്കൊന്നിനും വയ്യാതായതുകൊണ്ട് താത്താക്ക് വലിയൊരു ഇതായിട്ടില്ല. എന്നാലും അൽഹംദുലില്ലാ, കാരണം ഇവലൊക്കെ ചെയ്ത് കൂടെ ഉള്ളതുകൊണ്ടേ ഇതാണ് നമുക്ക് കൂടെ ഒരു
ഒപ്പത്തിനൊപ്പം ഒരാളില്ലെങ്കിൽ ഉള്ളൊരു ഇടങ്ങാറ്. ഒറ്റയ്ക്ക് പോകണോ അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് ഇരിക്കണോരെയൊക്കെ ഒരവസ്ഥ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചാണ് ഞാൻ. അപ്പോൾ അതിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തുങ്ങാണ്ട് മസാലയും ഇട്ട് കൊടുക്കാം കേട്ടോ. 4 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, മുളകും പൊടിയാണ് കേട്ടോ. നമ്മൾ പൊടിച്ച മുളകും പൊടി അതുകൊണ്ട് തന്നെയാണ് കളറ് കമ്മിയാണ്. 3 സ്പൂണ് മല്ലിപ്പൊടി മുളകും പൊടി ഇട്ടിക്കണം. ഗരം മസാലൻ്റെ പൊടി ഇട്ടിക്കണം. ഇനി അത് എല്ലാം കൂടി അങ്ങോട്ട് നല്ലോണം ഇളക്കിയിട്ട്, നമ്മളിത്ര കൂടുതൽ മല്ലിപ്പൊടി ഇടൂലല്ലോ, ഇവിടെ നല്ലോണം മല്ലിപ്പൊടി ഇടും. പക്ഷേ ആദ്യം എനിക്കിഷ്ടമില്ലായിരുന്നു. ഉപ്പൊക്കെ കുഴപ്പമില്ലാതെ തിന്നും. പിന്നെ ബിരിയാണി പറഞ്ഞാൽ എനിക്ക് ആദ്യം ഇല്ല ഇഷ്ടം, ഇപ്പോഴും ഇല്ല ഇഷ്ടം. ഇഷ്ടപ്പെട്ട് തിന്നണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളച്ചോറ് തന്നെ കിട്ടണം. അതും വെള്ളച്ചോറും സാമ്പാറോ വെള്ളച്ചോറും മോരുകറി ഇറച്ചി വരട്ടിയതോ ഇങ്ങനെയൊക്കെയാണെങ്കിൽ മാഷാ അല്ലാ നമുക്ക് അടിച്ച് പൊളിച്ച് തിന്നാം. പക്ഷേ ബിരിയാണി, നെയ്ച്ചോറ്, കുസ്ക, പിന്നെ എന്തൊക്കെ കണി കണ്ട ചോറുകളുണ്ടല്ലോ, അതൊന്നും നമുക്ക് വലിയ പിടുത്തല്ല. നമുക്ക് വെറും ചോറ് മോര് കാച്ചിയത്, ഇറച്ചി വരട്ടിയത്, വെറും ചോറ്, മത്തി മുളകിട്ടത്, അയില മുളകിട്ടത്, മാഷാ അല്ലാ. ഇളച്ചൻ കാക്കാൻ്റെ പണീന് അവിടെ ഇത് കച്ചിമോരുണ്ടാക്കുക. അപ്പം ഇനി നമ്മൾ ചോറ് അരി ദമ്മിട്ടുങ്ങാണ്ടാണ് ഇടാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. നമ്മൾ വെച്ച് ഊറ്റും. പക്ഷേ ഞാൻ ദമ്മിട്ടുങ്ങാണ്ട് ഇവിടെ അങ്ങനെ വെക്കുകയാണ്. അങ്ങനെയല്ല വെക്കൽ, ഒന്നായിട്ട് അരി അയക്കണ്ടിട്ടുങ്ങാണ്ട് വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ വേവിക്കലാണ്. അതിന് ഒന്നാമത്തെ നമ്മൾ മസാല വെച്ച ചട്ടി കുറച്ച് ചെറുതായി പോയി. അപ്പം അങ്ങനെയാണ് കാട്ടാന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ആക്കുകയാണ് കേട്ടോ. മറ്റേത് ഒന്നായിട്ട് ഇറച്ചിൻ്റെ ഒപ്പം തന്നെ ഇട്ടുങ്ങാണ്ട് വേവിച്ചലാണ് അരി. നമ്മൾ കപ്സൊക്കെ വെക്കണ മാതിരി. അപ്പോൾ അരി പകുതി വെന്തു. അപ്പം ഇനി അതിക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഇട്ടുങ്ങാണ്ടേ നമ്മളെ മസാല അതിക്കാൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അവിടെ ഇളക്കിങ്ങാണ്ടാണ് മൂടി വെച്ചാൽ അവിടെ ദമ്മാക്കിയ സംഭവം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാനിതിൽ എടുക്കാത്ത വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചളി മക്കളെ, കുറേ എടുക്കാതെയും ഇതാക്കാതെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നും പറയണ മാതിരി തന്നെ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.